ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റി ക്രാക്കർ. ഞാൻ സുഭാഷ്. വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ സുമേഷ്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ സാറേ, നമ്മുടെ ടൈപ്പിസ്റ്റ് എക്സാം ഈ ഒക്ടോബർ 22 നമ്മുടെ കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റിന്റെ ഒരു എക്സാം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട്, അതായത് ഇനി ഏകദേശം ഒരു 20 ദിവസത്തോളം ഒക്കെ സമയമുള്ളൂ. അപ്പൊ എങ്ങനെ അവർക്ക് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം, നല്ലൊരു അറ്റൻറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ എങ്ങനെ സമീപിക്കണം എന്നൊക്കെ അവർക്ക് ഒരുപാട് സംശയങ്ങൾ കാണും. അപ്പൊ നമുക്ക് ആ സിലബസിനെ കുറിച്ചും എന്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ഇപ്പോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പല ഉദ്യോഗാർത്ഥികൾക്കും മനസ്സിലൊരു ചിന്ത ഉണ്ടാവും, ഇനി വളരെ കുറച്ച് സമയമാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളെ കൊണ്ട് ഇത് കഴിയുമോ എന്നുള്ള ഒരു ചിന്തകളൊക്കെ ഉണ്ടാവും. പക്ഷേ യാതൊരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പഠിച്ചു തീർക്കാൻ കഴിയും. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം അതിനുവേണ്ടി നിങ്ങൾക്കൊന്ന് കോൺഫിഡൻസ് ലെവൽ കൂട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ സിലബസ് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെ ആണെങ്കിലും ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതായത് ഒരു 50 മാർക്ക് ഒരു നിർണായകം തന്നെയാണല്ലോ. അത് നിർണായകമാണ്. കാരണം ഒരു ടൈപ്പിസ്റ്റ് ആകാൻ പോകുന്ന ഉദ്യോഗാർത്ഥി നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് PSC സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ 50 മാർക്ക് വളരെയധികം നിർണായകമാണ്. ആ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. നമ്മൾ മുൻ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, സാധാരണ രീതിയിൽ ചോദിച്ചിരുന്നതിനേക്കാളും കുറച്ചും കൂടി ഡീപ്പായിട്ടൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയുക, കുറച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് ആൻസർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എക്സ്ട്രീം ലെവലിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷെ ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പഠിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള കാര്യവും കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതായത് ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളുടെ ബേസ് മുതൽ നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും റീജിയണൽ ലാംഗ്വേജും മലയാളം ആണെങ്കിലും ഇതൊക്കെ നമ്മുടെ സാധാരണ PSC പരീക്ഷയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. 10ാം ക്ലാസ് +2 ലെവലിലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അന്ന് പഠിച്ച ആ ഒരു സെയിം നോളജ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ 10 മാർക്ക് അടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഏകദേശം 50 മാർക്ക് ആ ഭാഗത്ത് നിന്ന് വരുന്നത് അവർക്ക് കവർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ ഈ പറയുന്ന GK 10 മാർക്കാണ് GKയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പൊ ആ ഒരു ചോദ്യങ്ങളൊക്കെ അവർക്ക് ഒരു പക്ഷേ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. 20 മാർക്ക്. അതുപോലെ തന്നെ ഇത് പക്ഷെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും പേടിക്കുന്നത്. മാത്രമല്ല അവിടെ സ്കോർ ചെയ്യുന്ന ആ മാർക്കാണ് ഇവരെ റാങ്ക് ലിസ്റ്റിൽ എവിടെ വേണം എന്നുള്ള കാര്യം നിർണ്ണയിക്കുന്നത്. ഈ പറയുന്ന ഈ 40 മാർക്കും ഈ 10 മാർക്കുമാണ്. കാരണം അതാണ് നിങ്ങളുടെ കോർ സബ്ജക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു PSC ഇപ്പം റീസെന്റ് ആയിട്ട് നടത്തിയ പല പരീക്ഷകളും കുറച്ച് ട്രിക്കി ആയിട്ടാ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. കുട്ടികൾ പഠിച്ച കാര്യങ്ങളായിരിക്കും, പക്ഷെ അവർക്ക് പരീക്ഷ ഉള്ളത് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഈ റീസെന്റ് നടന്ന ഇപ്പോ ഈ നമ്മുടെ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ്. 3 തവണ ഷിഫ്റ്റ് കീ അമർത്തിയാൽ എന്ത് സംഭവിക്കും, 2 തവണ മൗസ് ക്ലിക്ക് അടിച്ചാൽ എന്ത് സംഭവിക്കും, 4 തവണ മൗസ് കൊണ്ട് ക്ലിക്ക് അടിച്ചാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. പല ഉദ്യോഗാർത്ഥികളും ചിലപ്പോൾ ആ ഒരു ലെവലിൽ പഠിച്ചിട്ടുണ്ടാവില്ല. അവരത് അല്ലാണ്ട് ഷോർട്ട് കട്ട് കീസ് കുറെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലും കൂടി നിങ്ങൾ തയ്യാറെടുക്കണം എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 40 മാർക്കും ഈ 10 മാർക്കും അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ എവിടെ വരണം അവര് എന്നുള്ളതിന്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരു മാർക്കാണ് ഈ 40 + 10 മാർക്ക്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ 40 + 10 മാർക്കിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്തൊക്കെ പഠിക്കണം എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെ പഠിക്കണം എന്ന് ഈ 20 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഇനി പഠിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 20 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ സ്മാർട്ടായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്താം. ഇനി ഒരു പരന്ന ഒരു പഠനം എന്തായാലും 20 ദിവസം കൊണ്ട് സാധ്യമല്ല. പക്ഷേ നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാം. കാരണം നമുക്ക് ഈ വർഷങ്ങളായിട്ട് PSC പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ PSC കോച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന അധ്യാപകർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഏത് ഭാഗത്തു നിന്നുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്ന കുറെ ചോദ്യങ്ങളും കുറെ ടോപ്പിക്സും ഉണ്ട്. അത് ഹൈലൈറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന, അതായത് 20 ദിവസമെങ്കിൽ ആ 20 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത്. സാറേ, നമുക്ക് 40 മാർക്കിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളെ എങ്ങനെ പഠിക്കണം നമ്മുടെ കുട്ടികളെ ഒന്ന് പറയാം. 40 മാർക്ക് എന്ന് പറയുമ്പോൾ പാർട്ട് 2ലാണ് വരുന്നത്. അപ്പൊ ഈ പാർട്ട് 2 പ്രധാനമായിട്ടും പറയുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ആണ്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ വരുന്നുണ്ട്. കുറച്ച് തിയറി പാർട്ടാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ട് പിന്നെ വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതായത് MS ഓഫീസ് പാക്കേജ് 2007 വർഷം പ്രകാരമായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അവിടെ വേറൊന്നുമില്ല, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മെമ്മറി യൂണിറ്റ്,
ഇമെയിൽ, ബ്രൗസേഴ്സ്, സെർച്ച് എഞ്ചിൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ആന്റിവൈറസ്, യൂണിക്കോഡ്, വെബ്സൈറ്റ്, വിൻഡോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും വൃത്തിയായിട്ട് പഠിക്കുക. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയാ? കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, സ്കാനർ, അതുപോലെ തന്നെ OMR, OCR, MICR, ഇങ്ങനെയുള്ള ഡിവൈസസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. OMR, OCR, MICR ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഫുൾ ഫോം കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അബ്രിവേഷൻസ് ഒരു നല്ല ഭാഗമാണ്. അബ്രിവേഷൻസ് ഒരു നല്ല ഭാഗമാണ്. മാത്രമല്ല ഈ MICR, OCR ഒക്കെ പഠിക്കുമ്പോൾ പലരും OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് പരീക്ഷയ്ക്ക് എഴുതി വെക്കാറുണ്ട്. പക്ഷേ PSCയുടെ ഉത്തരസൂചിക പ്രകാരം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. അതുപോലെ തന്നെ MICR മാഗ്നറ്റിക് റെക്കഗ്നിഷൻ ആണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒന്ന് എൻഷുർ ചെയ്ത് പഠിക്കുക. പഠിക്കുമ്പോൾ ക്ലാരിറ്റി വേണം കേട്ടോ. പഠിക്കുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി വേണം, അത് പഠിക്കുക. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസ് പഠിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, പിന്നെ പ്ലോട്ടർ, പിന്നെ PSC വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കും ബ്രെയിലി ഡിസ്പ്ലേ ഇൻപുട്ട് ഡിവൈസ് ആണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ബ്രെയിലി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഈ കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് റിസൾട്ട് ഒക്കെ അറിയുവാനായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഈ ബ്രെയിലി ഡിവൈസ് എന്ന് പറയുന്നത്, ബ്രെയിലി ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പിന്നെ ഹാർഡ്വെയർ. ഈ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇൻപുട്ട് ഡിവൈസിനകത്തും ഔട്ട്പുട്ട് ഡിവൈസിനകത്തും വരുന്ന കാര്യം തന്നെയാണ്. നിങ്ങളത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ സോഫ്റ്റ്വെയർ പഠിക്കുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് വായിച്ചു വിടുക, അല്ലെ സാർ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത്തരം കാര്യങ്ങൾ വായിച്ചു വിടുക. ഞാൻ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എല്ലാം പഠിക്കും. പക്ഷേ ഇവിടെ കറണ്ട് അഫയേഴ്സ് ഓറിയന്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. കാരണം ഈ അടുത്തിടെ നടന്ന ചില PSC പരീക്ഷകളിൽ ഇവിടെ ഈ ലേറ്റസ്റ്റ് പെരിഫറൽസ് എന്ന് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ലേറ്റസ്റ്റ് പെരിഫറൽസുമായിട്ട് ലിങ്ക് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. കാരണം ടെക്നോളജി ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തിടെ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് ഈ OLED മോണിറ്റർ. OLED ചിലപ്പോൾ ടെലിവിഷൻ ഷോപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ പല ഉദ്യോഗാർത്ഥികളും കണ്ടിട്ടുണ്ടാവും OLED ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഫുൾ ഫോമും ചിലപ്പോൾ പറയും ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. പലരും പറയുമായിരിക്കും. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും ചിലപ്പോൾ അറിയാൻ കഴിയുമായിരിക്കും ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. പക്ഷേ ഈ അടുത്തിടെ നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ OLED മോണിറ്ററിന് ബാക്ക് ലൈറ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ്? അന്ന് ആ പരീക്ഷ ഫേസ് ചെയ്ത ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു സംഭവം അറിയില്ല. ഭൂരിഭാഗം പേരും അത് തെറ്റിക്കുകയാണ് ചെയ്തത്. ചില ബിരുദന്മാർ അതിനെ കറക്കി കുത്തി ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം. അത് നമുക്കൊരു സാധ്യതയായിട്ട് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു 50-50 ചാൻസ്. അതെ, കറക്കി കുത്തിയൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ OLED മോണിറ്ററിൽ ശരിക്കും പറഞ്ഞാൽ ബാക്ക് ലൈറ്റിംഗ് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ LED മോണിറ്റർ ആയാലും LCD മോണിറ്റർ ആയാലും അവിടെ ബാക്ക് ലൈറ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. OLEDയിൽ അങ്ങനെ ബാക്ക് ലൈറ്റിംഗ് അപ്ലൈ ചെയ്യുന്നില്ല. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഈ ലേറ്റസ്റ്റ് പെരിഫറൽസുമായി ബന്ധപ്പെട്ട് ഈ OLED മോണിറ്ററിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് പെരിഫറൽസ് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ആരും ഇഗ്നോർ ചെയ്യരുത്. ഇപ്പൊ ഇൻപുട്ട് ഡിവൈസോ ഔട്ട്പുട്ട് ഡിവൈസോ എല്ലാവരും പഠിക്കും. ഈ ഒരു ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കീബോർഡും മൗസും പ്രിന്ററും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് ചിലരൊക്കെ ബാക്ക്ലോട്ട് ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മാർക്ക് വെറുതെ കളയരുത്, ഒരു മാർക്ക് നമുക്ക് അടിച്ചെടുക്കണം. അതുകൊണ്ട് ലേറ്റസ്റ്റ് പെരിഫറൽസ് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. പുതിയതായിട്ട് വന്ന പെരിഫറൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു പോവുക. അതുപോലെ തന്നെ ഇമെയിൽ പഠിക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും CC എന്നൊരു ടേം ഉണ്ട്. CC കാർബൺ കോപ്പി, BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇമെയിലിന്റെ ബോഡി നന്നായിട്ട് പഠിക്കുക. പിന്നെ സാറേ ഞാൻ കണ്ട വേറൊരു കാര്യമാണ്, ഈ കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ബ്രൗസറും സെർച്ച് എഞ്ചിനും എപ്പോഴും തിരിഞ്ഞു പോകും. ബ്രൗസർ എന്താണ്, സെർച്ച് എഞ്ചിൻ എന്താണ്? രണ്ടും രണ്ടാണ്, രണ്ട് ഉപയോഗമാണുള്ളത്. ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെബ് പേജിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരിക, ആ ഒരു ജോലിയാണ് ബ്രൗസർ എന്നുള്ളത്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിനകത്തുള്ള റിസോഴ്സസിനെ മാക്സിമം എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് കൊണ്ടുതരിക. അപ്പൊ എനിക്ക് ഇവിടെ പറയേണ്ട ഒരു കാര്യം, ബ്രൗസറും സെർച്ച് എഞ്ചിനും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു മിനിമം ഒരു 5-6 സെർച്ച് എഞ്ചിൻസിന്റെ പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ സെർച്ച് എഞ്ചിൻ ആണെങ്കിൽ ഗൂഗിള്, ബിങ്, ആസ്ക്, അൾട്ടാവിസ്റ്റ, യാൻടെക്സ്, ബൈദു, ഇങ്ങനെ കുറെ ഉണ്ട്. ബ്രൗസേഴ്സ് ആണെങ്കിൽ ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഓപ്പറ, സഫാരി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇപ്പോഴത്തെ വർഷം. പിന്നെ അതേപോലെ ഫേസ്ബുക്കിന്റെ നിലവിലെ ഏത് കോർപ്പറേഷന്റെ കീഴിലാണ്, നമുക്കറിയാലോ മീറ്റ എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, കുറെ ആന്റിവൈറസ് സോഫ്റ്റ്വെയറിന്റെ പേര് തന്നിട്ട് അതിൽ ഏതാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, ഏതാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ അല്ലാത്തത് എന്നൊക്കെ ചോദിക്കും. അപ്പം കുറെ കാസ്പർ സ്കൈ, നോർട്ടൺ, AVG, അവയറ, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അത് പഠിച്ചു വെക്കുക. യൂണിക്കോഡ് നന്നായിട്ട് പഠിക്കുക.
വെബ്സൈറ്റ് പഠിക്കുക, വിൻഡോസ് പഠിക്കുക. വിൻഡോസ് പഠിക്കുമ്പോഴത്തേക്ക് ഈ വിൻഡോസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിനകത്ത് വരുന്ന ടാസ്ക് ബാർ, ടൈറ്റിൽ ബാർ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. അപ്പൊ ഇപ്പൊ ഈ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. പിന്നെ MS വേർഡ് ആണ്. MS വേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് MS വേർഡ് 2007 ആണ്. 2007 ആ 2007 ആ ഒരു സ്ക്രീൻ, അതിനകത്ത് ടൈറ്റിൽ ബാർ, വേഡ് വിൻഡോ, റിബൺ, സ്റ്റാറ്റസ് ബാർ, ടൂൾ ബാർ, ഡോക്യുമെന്റ്, അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഓപ്പൺ ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, പ്രിന്റ് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഷോർട്ട് കട്ട് കീസ്. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട്, അതുപോലെ തന്നെ ഫോണ്ട് സൈസ്, ഡിഫോൾട്ട് ഫോണ്ട് സൈസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഫോണ്ട് സ്റ്റൈൽസ്, ഫോണ്ട് എഫക്റ്റ്, സ്ട്രൈക്ക് ത്രൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. എത്ര എണ്ണം ഉണ്ട്, അതിൽ ഡീഫോൾട്ട് ആയിട്ടുള്ളത് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. സാറ് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിഫോൾട്ട് ഫോണ്ട് സൈസ്, അതാണ് ഡിഫോൾട്ട് ഫോണ്ട് ടൈപ്പും ചോദിക്കും. അതാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യും. ഇത് ഏതാണ്, എങ്ങനെയാണ്, നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന്, എനിക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞ് പല ഉദ്യോഗാർത്ഥികളും കറപ്പിച്ചിട്ട് വരും. പക്ഷെ വീട്ടിൽ വരുമ്പോഴായിരിക്കും ഇത് തെറ്റിപ്പോയല്ലോ എന്നവർക്ക്. അല്ല, അത് ഈ ഓപ്ഷനകത്ത് 10 കാണും, 11 കാണും, വേറെ സംഭവം. 10 ആണോ 11 ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിക്കാറുണ്ട്. 11 ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട് സൈസ് കേട്ടോ. അതുപോലെ തന്നെ ഫോർമാറ്റ്, പാരഗ്രാഫ്, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, ഷോർട്ട് കട്ട് കീസ് മസ്റ്റ് ആണ്. ഇനിയിപ്പോ ചിലപ്പോ ഇങ്ങനെ താഴെ തന്നിരിക്കുന്ന ഷോർട്ട് കട്ട് കീകളിൽ എന്താ ബോൾഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏത്, ഇറ്റാലിക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ, അണ്ടർലൈൻ, ഡബിൾ അണ്ടർലൈൻ, അങ്ങനെയൊക്കെ, ജസ്റ്റിഫൈ, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്, ഡ്രോപ്പ് ക്യാപ്പ് അതും ചോദിക്കും. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡ്രോപ്പ് ക്യാപ്പ്, ചേഞ്ച് കേസ്, അപ്പർ കേസ്, ലോവർ കേസ്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു കാറ്റഗറി. അലൈൻമെന്റ്, ലെഫ്റ്റ് അലൈൻമെന്റ്, റൈറ്റ് അലൈൻമെന്റ്, സെൻട്രൽ അലൈൻമെന്റ്, ജസ്റ്റിഫൈ അലൈൻമെന്റ്, അങ്ങനെ കാര്യങ്ങൾ, അതിന്റെയൊക്കെ ഷോർട്ട് കട്ട് കീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. വലിയ കാര്യം ആയിട്ട് നമുക്ക് സിമ്പിൾ ആണ്. ടാബ് സെറ്റിംഗ്സ്, ലൈൻ സ്പേസിങ് ഓപ്ഷൻസ്, ക്യാരക്ടർ സ്പേസിങ്, സ്റ്റൈൽസ് ആൻഡ് എഡിറ്റിംഗ്, കട്ട്, കോപ്പി, പേസ്റ്റ്, ഇതൊക്കെ ഏത് ഹോം മെനുവിലാണോ അങ്ങനെയുള്ള ഭാഗം, അതൊക്കെ നിങ്ങൾ നോക്കണം. സാർ പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തത്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് റീസെന്റ്. ഈ ക്യാരക്ടർ സ്പേസിംഗ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ എവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്ത് നിന്നാണ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം സാർ പറഞ്ഞതുപോലെ തന്നെ ഈ ക്യാരക്ടർ സ്പേസിംഗ് ആയാലും ലൈൻ സ്പേസിംഗ് ആയാലും ഈ കാര്യങ്ങളൊക്കെ ഏത് മെനുവിനകത്ത് നിന്നാണ് ആക്സസ് ചെയ്യാൻ കഴിയുക എന്ന് PSC ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ്. നിങ്ങൾ അത് കൃത്യമായിട്ട് അതിന്റെ സ്ക്രീൻ, ഇപ്പൊ നമുക്ക് ലാപ്ടോപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. വേഡ് 2007 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓരോ സ്ക്രീനിലും അതിനകത്ത് ഓരോ ഐക്കണും എവിടെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് അതിനകത്ത് നോക്കി പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈ മനസ്സിലാകുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഷോർട്ട് കട്ട് കീസ്. ഇതിനകത്ത് ഒരു 2 മാർക്കിന്റെ ചോദ്യം മസ്റ്റാ. 2 മാർക്കിന്റെ ചോദ്യം ഷോർട്ട് കട്ട് കീന്ന്. അത് വേഡ് ആവാം, എക്സൽ ആവാം, പവർ പോയിന്റ് ആവാം. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഷോർട്ട് കട്ട് കീയുടെ ഒരു 2 ചോദ്യം ഉറപ്പാണ്. ഫംഗ്ഷൻ കീസ്, എത്ര ഫംഗ്ഷൻ കീസ് ഉണ്ട്, ഇൻസർട്ട് ഓപ്ഷൻ, ടേബിള്, പിക്ചർ, ക്ലിപ്പ് ആർട്ട്, ഷേപ്സ്, പേജ് നമ്പർ, ഹെഡർ ആൻഡ് ഫൂട്ടർ ഏത് ഡയലോഗ് ബോക്സിൽ, അങ്ങനെയൊക്കെ ചോദിക്കാം. സിംബൽസ്, ലിങ്ക്സ്, വേഡ്, അങ്ങനെ പേജ് ലേഔട്ട്, അങ്ങനെ ഓരോ ഭാഗവും നിങ്ങൾ പ്രത്യേകം അതിന്റെ സ്ക്രീൻ നോക്കി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുമെന്നേ പറയാനുള്ളൂ. നെക്സ്റ്റ് വേറെ എന്താണ് സാറേ? ഇനി പേജ് ലേഔട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പേജ് സൈസ് ഡിഫോൾട്ട് ആയിട്ടുള്ള പേജ് സൈസ് ഏതാണ്? മൈക്രോസോഫ്റ്റ് വേർഡിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള പേജ് സൈസ് ലെറ്റർ ആണ്. അത് ചോദിക്കും. ലെറ്റർ, അതായത് ഓപ്ഷനിൽ A4 കാണും, ലെറ്റർ കാണും, ലീഗൽ ഷീറ്റ് കാണും. അപ്പോൾ A4 ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ള പേജ് സൈസ് എന്ന് പറയുന്നത്. പിന്നെ മാർജിൻ ഡിഫോൾട്ട് ആയിട്ടുള്ള, ഈ ഡിഫോൾട്ട് എന്ന് പറയുന്നത് PSC ഇഷ്ട ചോദ്യമാണ്. ഈ പേജ് സൈസും ഫോണ്ട് സൈസും അങ്ങനെയൊക്കെ വരും. അതൊക്കെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. മാർജിൻ പലതരത്തിലുണ്ട്. മോഡറേറ്റ് ഉണ്ട്, നാരോ ഉണ്ട്, ബ്രോഡ് ഉണ്ട്, നോർമൽ ഉണ്ട്. നമുക്കിവിടെ നോർമൽ ആണ് നമ്മുടെ ഈ ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അതുപോലെ ലൈൻ സ്പേസിങ്, ഓറിയന്റേഷൻ, ഇൻഡന്റേഷൻ, ഇതെല്ലാം PSC ഇഷ്ട ചോദ്യങ്ങളാണ് കേട്ടോ. ഇൻഡന്റേഷൻ ഒക്കെ കുറച്ച് നന്നായിട്ട് തന്നെ പഠിച്ചു. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, പക്ഷെ ചോദിക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, അങ്ങനെയൊക്കെയുള്ള. അത് നമ്മളിപ്പം എക്സലിനകത്ത്, അതുപോലെ പവർ പോയിന്റില് ഡിഫോൾട്ട് ഓറിയന്റേഷൻ ഏതാണ്? ലാൻഡ്സ്കേപ്പ് ആണ്. അതുപോലെ തന്നെ വേഡിനകത്ത് പോർട്രേറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് നമ്മളത് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും. പിന്നെ സിമ്പിൾസ് ലൈക്ക് ഓക്കെ സാർ. പിന്നെ ജസ്റ്റ് ഇവിടെ നമ്മളിപ്പോ സാധാരണ നോർമലി ഒരു MS വേർഡ് പഠിച്ച ആൾക്കാർ, ഇപ്പൊ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു DCA കോഴ്സ് ഒക്കെ കഴിഞ്ഞവരായിരിക്കുമല്ലോ. അപ്പൊ അവർ ആ കോഴ്സിലൊക്കെ ഈ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ ഈ ക്രിയേഷൻ ഓഫ് ടേബിൾ ഓഫ് കണ്ടന്റ്സ്, ഇൻഡെക്സ്, ഫുട് നോട്ട്സ് ആൻഡ് എൻഡ് നോട്ട്സ് ചിലപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കണം എന്നില്ല. അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും. അതായത് ടേബിൾ ഓഫ് കണ്ടന്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇൻഡെക്സ്, ഫുട് നോട്ട്സ് എവിടെ ആഡ് ചെയ്യാം, എൻഡ് നോട്ട്സ് എങ്ങനെ ആഡ് ചെയ്യും, അതൊക്കെ ഏത് ഓപ്ഷനുള്ളിലാണ് കിടക്കുന്നത്, ഏത് ടാബിൽ നിന്നാണ് ആക്സസ് ചെയ്യാൻ കഴിയുക,
ഒരു പർട്ടിക്കുലർ ടാബിനകത്തെ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ഇത് എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് പഠിക്കേണ്ടി വരും. കാരണം ഈ ക്രിയേഷൻ ഓഫ് ടേബിൾ ഓഫ് കണ്ടന്റ്സ്, ഇൻഡെക്സ്, ഫുട് നോട്ട്സ്, എൻ നോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നുപോലെ അറിയാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഒരു 80% പേർക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ ഒരു 20% ചിലപ്പോൾ ഒരു അവ്യക്തത ഉണ്ടായിരിക്കാം. അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. അവ്യക്തത ഉള്ള കാര്യം വ്യക്തത വരുത്തി പഠിക്കുക, ക്ലാരിറ്റിയോട് കൂടി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നെക്സ്റ്റ് മെയിൽ മെർജ്, സാറിന്റെ തന്നെ ഒരു വീഡിയോ തന്നെ ഉണ്ട്, അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ആ മെയിൽ മെർജിങ്ങിന്റെ ആ ഒരു പ്രോസസ്സ് മുഴുവൻ തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് മതി മെയിൽ മെർജിൽ ഇനി എന്ത് ചോദിച്ചാലും, കാരണം ക്വസ്റ്റ്യൻ വന്നാൽ ടഫ് ആവാൻ സാധ്യതയുള്ള ഏരിയയാണ് മെയിൽ മെർജ്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് യൂട്യൂബ് വീഡിയോയിൽ തന്നെ മെയിൽ മെർജിനെ കുറിച്ച് കൃത്യമായിട്ട് കംപ്ലീറ്റ് ഏരിയാസ് പറയുന്നുണ്ട്. അപ്പൊ അതിന് ആ വീഡിയോ കണ്ടിട്ട് വന്ന് നമുക്കൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയയാണ് മെയിൽ മെർജ്, ശ്രദ്ധിക്കണം കേട്ടോ. പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്. അതായത് നമ്മുടെ റിവ്യൂ ടാബിന് അണ്ടറിലാണ് ഈ പ്രൂഫ് റീഡിംഗ് വരുന്നത്. വേറെ ഒന്നുമല്ല, അവിടെ ഗ്രാമർ ചെക്ക് ചെയ്യാം, സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഗ്രാമർ, സ്പെല്ലിങ്. അപ്പൊ ഈ ഗ്രാമർ, സ്പെല്ലിങ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ റീസെന്റ് ഞാനൊരു ചോദ്യ പേപ്പറിൽ കണ്ടായിരുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് നിറത്തിലായിരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്? റെഡ് കളർ. അപ്പോൾ മറ്റൊരു രീതിയിൽ ചോദ്യം ഉണ്ടായിരുന്നു, കണ്ടക്സ്റ്റൽ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് നിറത്തിലായിരിക്കും ഇങ്ങനെ താഴെ ലൈൻ വരുന്നത്? ഉത്തരം നീല നിറമാണ്. കണ്ടക്സ്റ്റൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ രണ്ട് ഉണ്ട്, THERE ഉണ്ട്, THIER ഉണ്ട്. അപ്പൊ ഈ കണ്ടക്സ്റ്റൽ എറേഴ്സ് വന്ന്, അപ്പൊ ഈ THERE കൊടുക്കേണ്ട സ്ഥാനത്ത് THEIR കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അത് കണ്ടക്സ്റ്റൽ എറർ ആണ് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെക്കുക. ചുമന്ന നിറത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഗ്രീൻ പച്ച നിറത്തിൽ വന്നാൽ ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. ബ്ലൂ നിറത്തിൽ വന്നു കഴിഞ്ഞാൽ കണ്ടക്സ്റ്റൽ എറേഴ്സ് ആണ്. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. അതൊക്കെ ഈ പ്രൂഫ് റീഡിംഗിന്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ കമന്റ്സ് ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കമന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വേർഡ് ഡോക്യുമെന്റിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വ്യൂസ്, സാറേ വ്യൂസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫറെന്റ് വ്യൂസ് അത് ചോദിക്കും. അവൈലബിൾ ആയിട്ടുള്ള വ്യൂ ഏതാണ്? വേർഡില് അവൈലബിൾ ആയിട്ടുള്ള 5 ടൈപ്പ് മാറ്റി പഠിക്കുക. സാർ അവിടെ ഒരു കാര്യം പറയണ്ട, അവിടെ ഡിഫോൾട്ട് ആണ്. നമ്മുടെ MS വേർഡിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള വ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? പേജ് ലേഔട്ട് വ്യൂ. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഗൈഡ്സ്, റൂളേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചു വെക്കുക. എക്സലിലോട്ട് പോയി കഴിഞ്ഞാൽ MS എക്സൽ. സാർ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വേർഡ് ആണെന്ന് തോന്നുന്നു ഇവർക്ക് കൂടുതലായിട്ട് സിലബസിലുള്ളത്. എക്സലും പവർ പോയിന്റും അത്രയ്ക്കും ഇല്ല, വളരെ കുറച്ച് കാര്യങ്ങളെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതൊരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ മുഴുവനും പഠിച്ചു തീർക്കാൻ കഴിയും. പവർ പോയിന്റ് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്, കഴിയും. 2 മണിക്കൂർ മതി കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. ഇവിടെ വേറെ ഒന്നുമില്ല, ആഡിങ് ആൻഡ് റിമൂവിങ് വർക്ക് ബുക്ക്. പിന്നെ ഇവിടെ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലർക്കും ഇപ്പോഴും ഈ വർക്ക് ബുക്കും വർക്ക്ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു എൻറ്റയർ എക്സൽ ഡോക്യുമെന്റിനെ നമുക്ക് വർക്ക് ബുക്ക് എന്ന് പറയാം. കളക്ഷൻ ഓഫ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ അത് വർക്ക് ബുക്കാണ്. വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എക്സലിലെ ഒരു ഇൻഡിവിജ്വൽ ഷീറ്റ് ആണ്. റോസും കോളംസും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ഷീറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോഴും ഞാൻ പല ക്ലാസ്സിലും എടുക്കുമ്പോൾ വർക്ക് ബുക്കും വർക്ക്ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് വർക്ക്ഷീറ്റ്സ്. സർ ഇവിടെ ഒരു ഡിഫോൾട്ട് എനിക്ക് പറയാനുണ്ട്. MS പവർ പോയിന്റ് 2007 ഡിഫോൾട്ടായിട്ട് എത്ര വർക്ക്ഷീറ്റ് ആണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 3 വർക്ക്ഷീറ്റ് ആണ് ഉണ്ടാവുക. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. പക്ഷെ പുതിയ വെർഷൻ ആണെങ്കിൽ MS എക്സൽ 16, 19, 22 ഒക്കെ ആണെങ്കിൽ ഒരു ഷീറ്റേ കാണും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, അവിടെ ഈ പുതിയ ഒരു ഷീറ്റ് ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. Shift+F11 ആണ്. ഷിഫ്റ്റും ഫംഗ്ഷൻ കീ 11 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഷീറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ഇപ്പൊ ഇവിടെ ഈ സിലബസ് കാണുമ്പോൾ പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓർമ്മ വരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു. Yes. Formats, different functions in Excel, chart, different types of chart, pivot table, sort, filter, conditional formatting, creating formulas. ആ ഒരു ഏരിയ കുറച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഫോർമുലാസ് സാറേ, ഫോർമുലാസ് PSC ഒരു സ്ഥിര ചോദ്യമാണ്. ഞാൻ ഇവിടെ ഒരു 5 or 6 ടൈപ്പിസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു. എക്സലില് ഫോർമുല തുടങ്ങുന്നതിന് മുന്നേ ഏത് സിമ്പിൾ ഇടണം? ഉത്തരം ഈക്വൽ ടു സിമ്പിൾ ആണ്. അതൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഫംഗ്ഷൻ, ബേസിക് ഫംഗ്ഷൻസ്, അതായത് സമ്മ്, മാക്സിമം, മിനിമം, ആവറേജ്, ഇങ്ങനെയുള്ള കൗണ്ട് ഇഫ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ വി ലുക്കപ്പ് ഫംഗ്ഷൻ പഠിക്കണം. PSC ഇഷ്ട ചോദ്യമാണ് വി ലുക്കപ്പ് ഫംഗ്ഷൻ. ഇവിടെയും കുറച്ച് ഷോർട്ട് കട്ട് കീസ് ഉണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞില്ല 2 അല്ലെങ്കിൽ 3 മാർക്കിനുള്ള ഷോർട്ട് കട്ട് കീസിന്റെ ചോദ്യം ഈ ഒരു 3 ഏരിയയിൽ നിന്ന് പവർ പോയിന്റ്, എക്സൽ, വേർഡ് എവിടെ വേണമെങ്കിലും ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് സാറേ പവർ പോയിന്റിലേക്ക് പോവാം. ഇൻസർട്ടിങ്, ഡിലീറ്റിംഗ് സ്ലൈഡ്. അതായത് നമ്മുടെ ഒരു പവർ പോയിന്റ് ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കറിയാം പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനും പറ്റണം, വേണ്ടാത്ത ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. ഡിലീറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, ജസ്റ്റ് അവിടെ ക്ലിക്ക് അടിച്ച് ഡിലീറ്റ് ചെയ്യാൻ ആ സ്ലൈഡ് അങ്ങ് പോകും. ഇൻസേർട്ട് ചെയ്യാനായിട്ട്, അതായത് സാർ ഇവിടെ ഒരു എല്ലാ ഉദ്യോഗാർത്ഥികളും, ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ എല്ലാവരും തെറ്റിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+N ആണ്.
പക്ഷെ അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, പുതിയ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ചോദിച്ചാലും ഇവരെല്ലാവരും Ctrl+N പറയുള്ളൂ. പക്ഷെ അതല്ല, പുതിയ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ പുതിയ ഒരു പ്രസന്റേഷൻ പേജ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ Ctrl+M ആണ് ആൻസർ. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിച്ചുകൊള്ളുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കും, പ്രസന്റേഷൻ പുതിയത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് ചോദിക്കും, അല്ലെങ്കിൽ പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് ചോദിക്കും. രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുക. പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ Ctrl+M ആണ്. നെക്സ്റ്റ് ഇവിടെ ഉണ്ട് വ്യൂ ഓപ്ഷൻസ്. ഇവിടെയും വ്യൂസ് ഉണ്ട്. ഇവിടെ വ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, സ്ലൈഡ് ഷോ വ്യൂ ഉണ്ട്, മാസ്റ്റർ വ്യൂ ഉണ്ട്, സ്ലൈഡ് സോർട്ടർ വ്യൂ ഉണ്ട്. ഇവ ഓരോന്നും നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നോട്ട് പേജസ് വ്യൂ ഉണ്ട്, ഇൻസെർട്ട്, ചാർട്ട്, ഡയഗ്രാം, ഈ ഒരു ഭാഗം, സ്മാർട്ട് ആർട്ട്, സൗണ്ട്, വീഡിയോസ്, സ്ലൈഡ് നമ്പർ, ലിങ്ക്സ്, ഡേറ്റ് ആൻഡ് ടൈം. ഇതെല്ലാം ഇൻസേർട്ട് ടാബിന് അണ്ടറിൽ വരുന്ന കാര്യമാണ്. ഇപ്പൊ ചാർട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. ചാർട്ട് എക്സലിലും പഠിക്കണം, പവർ പോയിന്റിലും പഠിക്കണം. ചാർട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റയാണ് നമ്മൾ ചാർട്ട് എന്ന് പറയുന്നത്. ചാർട്ട് പഠിക്കുക, ടൈപ്പ് ഓഫ് ചാർട്ട് പഠിക്കുക. സാർ ഇവിടെ ഒരു ഡിഫോൾട്ട് എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിഫോൾട്ട് പറയും, കാരണം റീസെന്റ് PSCയുടെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഡിഫോൾട്ട് സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിഫോൾട്ട് ചാർട്ട് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ പറയുക കോളം ചാർട്ടാണ്. കോളം ചാർട്ടാണ് ഡിഫോൾട്ട് ചാർട്ട് എന്ന് പറയുന്നത്. പിന്നെ സ്മാർട്ട് ആർട്ട്, സൗണ്ട്, വീഡിയോ, സ്ലൈഡ് നമ്പർ, ഇത് നന്നായിട്ട് പഠിക്കുക. ലിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈപ്പർ ലിങ്ക് ആണ്. ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ചോദിക്കും, Ctrl+K ആണ്. പിന്നെ ഡേറ്റും ടൈമും, നമുക്ക് പവർ പോയിന്റിനകത്ത് ഡേറ്റും ടൈമും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ പേജ് സെറ്റപ്പ്, സ്ലൈഡ് ഓറിയന്റേഷൻ, സ്ലൈഡ് ഷോ, സ്ലൈഡ് ലേഔട്ട്, അറേഞ്ച് ഒബ്ജക്ട്സ് ഓൺ ദ സ്ലൈഡ്, ഇത്തരം കാര്യങ്ങൾ പഠിക്കുക. ഇവിടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഈ സ്ലൈഡ് ഷോ സാറേ സ്ഥിരം ചോദ്യമാണ്. ഒരു സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് ചോദിച്ചാൽ F5 ആണ്. പിന്നെ ഒരു ഇങ്ങനെ ചോദിക്കും, ഒരു കറണ്ട് സ്ലൈഡിൽ നിന്ന് സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ചോദിച്ചാൽ Shift F5 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഈ വേർഡ്, എക്സൽ, പവർ പോയിന്റ് എന്നുള്ള ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. കുറച്ച് ദിവസമേ ഉള്ളൂ എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. ഈ കുറച്ച് ദിവസം കൊണ്ട് സുഖമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഏകദേശം നമ്മളൊരു 40 മാർക്കിന് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ്, വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ 10 മാർക്കിന്റെ ടൈപ്പ് റൈറ്റർ. പലരും വളരെ സിമ്പിൾ ആണ് എന്ന് കരുതുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ക്വസ്റ്റിന്റെ പാറ്റേൺ മാറ്റി, അതായത് അവിടെ പുതിയ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയ ആണ്. അപ്പൊ കുറച്ച് കണ്ടന്റേ ഉള്ളൂ. അപ്പൊ ഈ കണ്ടന്റ് എല്ലാം പഠിച്ചിട്ടായിരിക്കും ഉദ്യോഗാർത്ഥി വരുന്നത്. പക്ഷേ ആ ക്വസ്റ്റ്യന്റെ ഘടനയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് ഒന്ന് രണ്ട് പ്രസ്താവനകളൊക്കെ തന്നിട്ട്, സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നിട്ട്, അത് ശരിയായ പ്രസ്താവന, ശരിയല്ലാത്ത പ്രസ്താവന, അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉദ്യോഗാർത്ഥികളെ ഈ ഭാഗത്ത് നിന്ന് കുഴപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കി, കുറച്ചുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള 10 മാർക്കും, ചിലപ്പോൾ 1-2 മാർക്ക് അവർ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യുന്നെങ്കിലേ പോകത്തുള്ളൂ. അല്ലാതെ 10 മാർക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. പുറത്തൊന്നും ചോദിക്കാനായിട്ട് ഒന്നുമില്ല. നമ്മൾ പഠിപ്പിച്ച ഭാഗം മാത്രം, ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ അവസാന ഘട്ടത്തിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടിംഗ് മാത്രം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഈ 10 മാർക്കിനെ കുറിച്ച് യാതൊരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ നിലവിൽ നമ്മുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് അവർ പഠിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ കൃത്യമായ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ ടൈപ്പ് റൈറ്ററിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ ആ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനിലൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 10 മാർക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. കാരണം എന്താണ്? കാരണം പുറത്തുനിന്ന് ചോദിക്കാനായിട്ട് ഒന്നും വരുന്നില്ല, എല്ലാം അതിനുള്ളിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ബാച്ചിനെ കുറിച്ച്, അതായത് ടൈപ്പിസ്റ്റിന്റെ ഒരു ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, സമയം കുറവാണെങ്കിലും വിദ്യാർത്ഥികൾ പേടിക്കണ്ട. 10 ദിവസം 20 മണിക്കൂർ ലൈവ് ക്ലാസ് ആണ്. മോഡൽ എക്സാംസും, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ വേണം, അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ടൈപ്പിസ്റ്റ് റിസൾട്ടുകൾ വാരിക്കൂട്ടിയ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടല്ലോ. ഫസ്റ്റ് റാങ്ക്, അതാണ് നിരവധിയായ റിസൾട്ടുകൾ നമ്മുടെ ടൈപ്പിസ്റ്റ്, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അതായത് അവസാന നിമിഷം ജോയിൻ ചെയ്താലും അവർക്ക് മാർക്ക് അല്ലെങ്കിൽ അവർക്ക് റിസൾട്ട് ഉറപ്പിക്കാം. മാത്രമല്ല നമുക്ക് ഇവിടെ മോഡൽ എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1000-ൽ കൂടുതൽ ചോദ്യങ്ങളാണ്. ഈ മോഡൽ എക്സാം ആണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ ഒരു എബിലിറ്റി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓരോ ഉദ്യോഗാർത്ഥികൾക്കും സ്വയം മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്താണ്, എന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്. അപ്പൊ ഈ മോഡൽ എക്സാം ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ 1000-ൽ കൂടുതൽ ചോദ്യങ്ങൾ, ചോദ്യ പേപ്പറുകൾ അല്ലെ, വിവിധ ചോദ്യ പേപ്പറുകളിൽ നിന്നുള്ള 1000-ൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ ഈ 10 ദിവസവും 20 മണിക്കൂർ ഇത് പ്രൊഡക്റ്റീവ് ആക്കി എടുക്കുക. ഓരോ ഉദ്യോഗാർത്ഥിയും പ്രൊഡക്റ്റീവ് ആക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബൂസ്റ്റർ ബാച്ച് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ ഈ ഒരു ക്ലാസ് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്.
അതായത് അവർ ഫുൾ കോൺഫിഡന്റ് ആണ് ഞങ്ങൾക്ക് നല്ലൊരു, കാരണം ക്ലാസ്സുകൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ തന്നെ ഒരു റിവ്യൂ നമുക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്, സാറേ ഇത്രയും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തുള്ള ഒരു ക്ലാസ് ഞങ്ങൾ വേറെ എങ്ങും കണ്ടിട്ടില്ല എന്നാണ് അവർ. അധ്യാപകർ അത്രയ്ക്ക് ഒരു വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ടൈപ്പിസ്റ്റ് എക്സാം വളരെ കുറച്ച് ടൈപ്പിസ്റ്റ് എക്സാമുകൾ മാത്രമേ നമ്മുടെ PSC കുറെ വർഷങ്ങൾ, അതായത് ഏകദേശം 2013 കാലഘട്ടം മുതൽ കിട്ടിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് സാറേ എന്താ പറയാനുള്ളത്? ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് മാക്സിമം ഈ ഒരു ക്ലാസ് ഉപയോഗപ്പെടുത്തുക. ഉദ്യോഗാർത്ഥികളായ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഇത് ഉപകാരപ്പെടട്ടെ. പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് ഇതാ അവിടെ നമ്പർ ഉണ്ട്, 8590202323 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചറിയുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അല്ലേ സാറേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മൾ ഈ സിലബസിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് തന്നെ പറഞ്ഞു തന്നു. നന്നായിട്ട് പഠിക്കുക, പഠിച്ച് എല്ലാവരും തന്നെ റാങ്ക് ലിസ്റ്റിൽ, അതും മെയിൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെട്ട് സർക്കാർ സർവീസുകൾ കയറട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ജോലി കിട്ടും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു റാങ്കിൽ തന്നെ നമ്മൾ ഉണ്ടാവണം. എല്ലാവരും ഉണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയും ചാനലും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്. താങ്ക്സ്.